ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ബോണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ആദ്യം അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കുറച്ച് വെള്ളം കൂട്ടാം, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കാം. എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി മുറിക്കാം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് കടുകിടാം. പിന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉള്ളിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് അതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഉപ്പിടാം, എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ടാവും. അതെടുത്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് നന്നായി നമുക്ക് ഒടിച്ചെടുക്കാം. ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒടിഞ്ഞു വരണം. അപ്പം നമുക്ക് കാണുന്ന പോലെ ചെയ്യാം. പിന്നെ നേരത്തെ വെച്ച ഉള്ളിയിലേക്ക് ഇഞ്ചി പച്ചമുളകെല്ലാം ചേർക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ച് ഉരുളക്കിഴങ്ങില്ലേ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് വെക്കാം. ഇങ്ങനെ ബോൾ പോലെ ആക്കിയതിന് ശേഷം നമുക്കത് മുക്കി പൊരിക്കാൻ വേണ്ടി ഇതുകൊണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈദ എടുക്കാം. ഒരു കപ്പ് മൈദയോളം എടുത്ത് അതിലേക്ക് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ആയിക്കൊണ്ടിരിക്കാം. അപ്പം ഇതിൽ കാണുന്ന കൺസിസ്റ്റൻസി എത്തുമ്പം നമുക്ക് നിർത്താം. നല്ലപോലെ മിക്സായി വരണം. ഇങ്ങനെ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായി നല്ല വാങ്ങിൽ മിക്സ് ചെയ്യണം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നേരത്തെ വെച്ച അതേ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. മുങ്ങിപ്പൊരിയാനുള്ള രീതിയിൽ ഉണ്ടാവണം കേട്ടോ. ഇനി നമ്മൾ ബോളാക്കി വെച്ച് ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് നമുക്ക് മുക്കി പൊരിക്കാം. ഉരുളക്കിഴങ്ങ് വേവാനൊന്നുമില്ലല്ലോ, അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓൾറെഡി നമുക്കൊന്നും വേവാനില്ല. ഈ മൈദൻ്റെ ഇത് മാത്രം ഒന്ന് പൊരിഞ്ഞ് വന്നാൽ മതി. ഉള്ളിലൊന്നും വേവാനില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം ടൈം വെച്ച് കളയണ്ട. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഇതൊക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.